ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. എല്ലാ പരോളിനെ കുറിച്ചും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നും കോടതിയുടെ രൂക്ഷ വിമർശനം. പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ ഭാര്യ PG സ്മിത നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു. വിമർശനം. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ടി.പി. വധക്കേസിലെ കുറ്റവാളികൾക്ക് അനർഹമായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനം നേരത്തെയും ഉയർന്നിരുന്നു. അത് രാഷ്ട്രീയ വിമർശനമായി ടി.പിയുടെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു. ഇപ്പോൾ കോടതി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഏത് പശ്ചാത്തലത്തിൽ? ബിനിൽ, ഹൈക്കോടതി ഏതായാലും ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ കേസിലെ 12ാം പ്രതിയുടെ ഭാര്യ നൽകിയ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഈ പ്രതിയുടെ പിതൃ സഹോദരന്റെ മരണാനന്തര കർമ്മത്തിനായി 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണം എന്നൊരാവശ്യമായിരുന്നു ഹർജിക്കാരി ഉന്നയിച്ചിരുന്നത്. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. കൂടാതെ ഈ ഹർജിയിൽ തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ് ഈ ജ്യോതിബാബു എന്ന കാര്യവും പരാമർശിച്ചിരുന്നില്ല. ഇതാണ് കോടതി വലിയ വിമർശനത്തിന് ഇടയാക്കിയത്. കോടതി പറയുന്നത് എന്താണ് ഈ കേസിലെ പ്രതികൾക്ക് മാത്രം ഇത്ര പ്രത്യേകത? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനർഹമായി പരോൾ അനുവദിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഈ അനുവദിച്ച പരോളുകളെ കുറിച്ച് എല്ലാം തന്നെ അന്വേഷണം നടത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഈ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കോടതി ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് ജയിൽ സൂപ്രണ്ടിനോട് ഇവരുടെ നിവേദനം പരിഗണിക്കാൻ പറയാൻ തനിക്കാവില്ല. കാരണം അത്തരത്തിൽ നിവേദനം പരിഗണിക്കാൻ പറഞ്ഞാൽ പോലും പരോൾ ലഭിക്കുന്ന രീതിയിൽ സ്വാധീനശേഷിയുള്ളവരല്ലേ നിങ്ങൾ എന്ന് ഹർജിക്കാരിയോട് കോടതി ചോദിക്കുകയും ചെയ്തു. ഏതായാലും ഈ ഹർജി കോടതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ അടുത്ത ബന്ധുവിൻ്റെ മരണാനന്തര കർമ്മം എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. പിതൃ സഹോദരൻ്റെ മരണാനന്തര കർമ്മത്തിനാണ് ഇത്തരത്തിൽ പരോൾ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി നിർദ്ദേശിക്കുകയും കൂടാതെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം കോടതി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്.